ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8ലെ മാത്തമാറ്റിക്സിലെ പാർട്ട് 1 ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ്? ഒരുപോലുള്ള ട്രയാങ്കിൾസുകൾ അല്ലേ. ഇത് നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആണ് അല്ലേ. എന്താണ് ഇവിടെ? സൈഡ്സ് ആൻഡ് ആംഗിൾസ്. സൈഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ആംഗിൾസ് എന്ന് പറഞ്ഞാലും അറിയാം അല്ലേ, വശങ്ങളും കോണുകളും അല്ലേ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഗിവൺ, യു നോ ഹൗ ടു ഡ്രോ ഇറ്റ്. എന്താണ് ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് തരികയാണെങ്കിൽ എങ്ങനെ വരയ്ക്കണം നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലെ. ഇവിടെ നോക്കൂ, 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും ഉള്ളൊരു സൈഡ്സ് തന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുക? ഇങ്ങനെ വരയ്ക്കാം നമുക്ക് അല്ലേ. താഴെ 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ, സൈഡിൽ 7 സെന്റിമീറ്റർ ഇങ്ങനെ ആയിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ താഴെ 4 സെന്റിമീറ്ററും 7 സെന്റിമീറ്റർ ഇപ്പുറത്തും 5 സെന്റിമീറ്റർ ഇപ്പുറത്തായിട്ട് വരയ്ക്കാം അല്ലേ. പിന്നെ 5 സെന്റിമീറ്റർ ബേസ് ആക്കി വരയ്ക്കുകയാണെങ്കിലോ, 5 സെന്റിമീറ്റർ ഇവിടെ ആണെങ്കിൽ 4 സെന്റിമീറ്റർ ഇവിടെയും 7 സെന്റിമീറ്റർ ഈ ഭാഗത്തുമായിട്ട് വരയ്ക്കുക. പിന്നെ 5 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ട് 7 സെന്റിമീറ്റർ ഈ ഭാഗത്തും 4 സെന്റിമീറ്റർ ഈ ഭാഗത്തായിട്ടും വരയ്ക്കുക അല്ലെ. ഇനി 7 സെന്റിമീറ്റർ ബേസ് ആക്കി വരയ്ക്കുകയാണെങ്കിലോ, ഇപ്പൊ 4 സെന്റിമീറ്റർ ബേസ് ആക്കി ഇത് 2 വരച്ചു. ഇനി എന്താണ് 5 സെന്റിമീറ്റർ ബേസ് ആക്കി ഇത് 2 വരച്ചു. ഇനി 7 സെന്റിമീറ്റർ ബേസ് ആക്കി ഇതാ ഇങ്ങനെയും വരയ്ക്കുക അല്ലെ. ബേസ് ആക്കി താഴെ അല്ലെ, 7 സെന്റിമീറ്റർ താഴെ, 5 ഇവിടെ 4 ഇപ്പുറത്ത് അല്ലെ. അതുപോലെ 7 സെന്റിമീറ്റർ ബേസ്, 4 സെന്റിമീറ്റർ ഇപ്പുറത്തും 5 സെന്റിമീറ്റർ ഈ സൈഡിലായിട്ട് വരച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഇൻ ഓൾ ദീസ് 6 ട്രയാങ്കിൾ സൈഡ്സ് ആർ ഈക്വൽ. ഈ 6 ട്രയാങ്കിൾസിലും അല്ലെ, ഇവിടെ നമുക്ക് 6 ട്രയാങ്കിൾ 1 2 3 4 5 6 അല്ലെ. ഈ 6 ട്രയാങ്കിൾസും സൈഡ്സ് ഈക്വൽ ആണ്. 4ഉം 5ഉം 7ഉം തന്നെ അല്ലെ, മാറ്റമല്ല അല്ലെ. പക്ഷെ ആംഗിൾസോ മാറ്റമുണ്ട്. എന്താണ്? ഓൾ ദീസ് ആർ ഗോട്ട് ബൈ ടേണിങ് ആൻഡ് ഫ്ലിപ്പിംഗ് ദ ഫസ്റ്റ് വൺ റൈറ്റ് അല്ലെ. ഇതെന്താണ്? ഓൾ ദീസ് ആർ ഗോട്ട് ബൈ ടേണിങ് ആൻഡ് ഫ്ലിപ്പിംഗ് ദ ഫസ്റ്റ് വൺ അല്ലെ. ഒക്കെ ഒരുപോലെ തന്നെ അല്ലെ. ഇനി നോക്കിയേ, നമുക്ക് ട്രയാങ്കിൾസ് എന്താണ് ഇവിടെ പറയുന്നത്? ഒന്നുമില്ല. എന്താണ് ഇതിന്റെ ആംഗിൾസും എന്താണ് സെയിം ആയിരിക്കും കേട്ടോ. വശങ്ങൾ എന്താ, അതായത് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ 2 ട്രയാങ്കിൾ തന്നു വിചാരിച്ചോ. ആ 2 ട്രയാങ്കിൾസിന് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. എന്താണ് ടീച്ചർ പറയുന്നത്? ശ്രദ്ധിച്ചോ. എന്താണ് ഈ 2 ട്രയാങ്കിൾ, അതായത് ഒരു ട്രയാങ്കിളിന്റെ അതേ സൈഡ്സ് തന്നെയാണ് മറ്റേ ട്രയാങ്കിൾസും എങ്കിൽ, ബേസ് ഇതൊക്കെ മാറ്റുണ്ടെങ്കിലും 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ, വേറൊരു ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ്, ആ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കേട്ടല്ലോ. ഇനി ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിൾ നോക്കൂ. ഇവിടെ 3 ബേസ് ആക്കി അല്ലെ, 5 ഇപ്പുറത്ത് 6 ഇപ്പുറത്തും. ഇവിടെ 6 ആണ് ബേസ് ആക്കി, 3 ഇപ്പുറത്തും 5 ഇപ്പുറത്തും ആണ് അല്ലെ. അപ്പൊ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളും PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളും ആണ് അല്ലെ. ഇതെന്താണ്? ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആണ് അല്ലെ. 5ഉം 6ഉം 3 സെന്റിമീറ്റർ അല്ലേ. ഇവിടെ അങ്ങനെ തന്നെ 5ഉം 6ഉം 3 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഈ 2 ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ സൈഡ്സ് ആണ് അല്ലെ. സൈഡ്സ് ആർ ഈക്വൽ അല്ലെ. അപ്പൊ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആംഗിൾ എങ്ങനെ നോക്കുക മക്കളെ? നോക്കൂ, ഈ എ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടല്ലോ, ഈ എ എന്ന് പറഞ്ഞ ആംഗിളിന് തുല്യമായ ആംഗിൾ ഈ PQR എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൽ എവിടെയാണ്? അതായത് ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ എക്ക് തുല്യമായ ആംഗിൾ ഇതിൽ ഈ ട്രയാങ്കിൾ PQRൽ എവിടെയാണെന്നാ ചോദിച്ചത്. അപ്പൊ നോക്കൂ, എ അല്ല ഇവിടെ. അപ്പൊ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എ എന്ന് വരുമ്പോൾ ഈ ആംഗിൾ എ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ കുട്ടികളെ, സോറി, ഈ ആംഗിൾ എക്ക് തുല്യമായത് ഏതാണ്? ഇതാണ് ആംഗിൾ എ അല്ലെ. അപ്പൊ ഈ ആംഗിൾ എക്ക് തുല്യമായ ആംഗിൾ ഈ ഇതിലെവിടെയാണ്? നോക്കൂ, ഇവിടെ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? ഈ സൈഡ്സ് 5 സെന്റിമീറ്ററിന് 3 സെന്റിമീറ്ററിനും ഇടയിലാണ് എന്ത് വരുന്നത്? ഈ 5 സെന്റിമീറ്ററിനും 3 സെന്റിമീറ്ററിനും ഇടയിലാണ് ആംഗിൾ എ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 5ഉം 3ന്റെ ഇടയിലുള്ള ആംഗിൾ എ, അങ്ങനെയാണ് ഇവിടെ 5ഉം 3 എവിടെയാണ്? അതിന്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും ഈ ആംഗിൾ എക്ക് തുല്യമായത്. ഇവിടെ നമുക്ക് 5ഉം 3യും ഇവിടെയാണ് അല്ലെ. അപ്പൊ ഏതാണ് വരുന്നത്? ഏതാ വരുന്നത്? 5ഉം 3ക്കും ഇടയിലുള്ളത് ഇതാണ് അല്ലെ. അപ്പൊ ഈ എന്താണ് ആംഗിൾ എക്ക് തുല്യമായത് ഏതാണ്? ആംഗിൾ എക്ക് തുല്യമായത് ആംഗിൾ R ആണ് കേട്ടോ. എന്താണ്? ആംഗിൾ R ആണ് എന്ത്? ആംഗിൾ
എക്ക് തുല്യമായത്. ഇനി നോക്കൂ, അടുത്തത് എന്താണ് ഞാൻ പറയുന്നത്? ആംഗിൾ ബി. ആംഗിൾ ബിക്ക് തുല്യമായത് ഏതാണ്? അപ്പൊ എന്താണ്? ആംഗിൾ എക്ക് ഈക്വൽ എന്താണ്? ആംഗിൾ ആർ അല്ലേ? അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ ആറ്. ഓക്കെ, ദെൻ ഇനി ആംഗിൾ ബിന്റെ ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ആംഗിൾ ബിക്ക് ഈക്വൽ, ഈ ബി എന്ന് പറയുന്നത് ഏതാണ്? എവിടെയാണ് ഈ ബി വരുന്നത്? ബി വരുന്നത്, ആംഗിൾ ബി വരുന്നത് ഏതൊക്കെ സൈഡ്സ് ആണ് അതിന്റെ അടുത്തുള്ളത്? ഏതൊക്കെയാണ്? ഈ സൈഡ് ഏതാ? 6ഉം 3ഉം ആണ് അല്ലെ. അപ്പൊ 6 സെന്റിമീറ്ററിനും 3 സെന്റിമീറ്ററിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ബി. അങ്ങനെ ആകുമ്പോൾ ഈ ചിത്രത്തില് ട്രയാംഗിൾ പി ക്യു ആറിൽ ഈ 6 സെന്റിമീറ്ററിനും 3 സെന്റിമീറ്ററിനും ഇടയിലുള്ള ആംഗിൾ ഏതാ നോക്കുക? 6ഉം 3ഉം അല്ലെ. ഏതാണ്? ഇതാ 6 ഇത് അവിടെ അല്ലെ, 3 ഇവിടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ഇതാ ഇത് അല്ലെ, പി. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു എന്താണ്? ആംഗിൾ പി. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഏതാണ്? പി. ഓക്കെ, അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു എന്താണ്? ആംഗിൾ പി. ഇനി സി ആണ് കേട്ടോ. അപ്പൊ സി, ആംഗിൾ സി എവിടെ ഏതൊക്കെ സൈഡ്സിന് ഈക്വൽ ആയിട്ടാണ് വരുന്നത്? ഏതൊക്കെ സൈഡ്സിന് ഇടയിലാണ് വരുന്നത്? 6 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലാണെന്ത്? ആംഗിൾ സി വരുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ 6ഉം 5ഉം ഇവിടെ എവിടെ നോക്കുക? 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ഇടയിൽ വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ക്യൂ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ് അല്ലെ. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാന്നുള്ളത്? സൈഡ്സ് നോക്കുക, എന്നിട്ട് അതിന്റെ ഇടയിലുള്ള ആംഗിൾ ഏതാ നോക്കുക കേട്ടോ. അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ എന്ന് പറയുമ്പോൾ ആംഗിൾ എ ഏതൊക്കെ സൈഡ്സ് ആ നോക്കുക കൂട്ടിമുട്ടുന്നത്. അപ്പൊ 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ഇടയിലാണ് ആംഗിൾ എ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ ഇടയിലുള്ളത് ഏതാണ്? ആറാണ് അല്ലെ. അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ ആംഗിൾ ആറാണ്. അതുപോലെ ബിന്റെ നോക്കുകയാണെങ്കിൽ സൈഡ്സ് ഏതാ നോക്കുക? 3 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് ബി. അങ്ങനെയാണ് ഇവിടെ നോക്കുക. 3ഉം 6ഉം എവിടെ? അവിടെ 3 സെന്റിമീറ്റർ ഇവിടെ, 6 സെന്റിമീറ്റർ ഇവിടെ അല്ലെ. അപ്പൊ പി ആണ്. അപ്പൊ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ട് ആംഗിൾ പി ആണ്. ദെൻ ആംഗിൾ സി ആണെങ്കിലോ ഏതൊക്കെ സൈഡ്സ് ആണ് നോക്കുക? അത് കൂട്ടിമുട്ടുന്നത് ഏതൊക്കെയാ? 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആയിട്ടുള്ള സൈഡ്സ് ആണ് ഇവിടെ കൂട്ടിമുട്ടുന്നത് അല്ലെ. അപ്പൊ 5ന്റെയും 6ന്റെയും ഇടയിലുള്ള ആംഗിൾ സി. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുക, 5ന്റെയും 6ന്റെയും ഇടയിലുള്ള ആംഗിൾ ഇവിടെ ഏതാ നോക്കുക? അപ്പൊ ക്യൂ ആണ് അല്ലെ. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതേണ്ടത് അതാണ് കേട്ടോ. നമ്മളിപ്പോ കണ്ടുപിടിച്ച ഏതൊക്കെയാണുള്ളത് അവിടെ എഴുതുക കേട്ടോ. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി അല്ലെ. അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് നമ്മൾ ഏതാ പറഞ്ഞിരുന്നത്? ആംഗിൾ ആറാണ് അല്ലെ. അപ്പൊ ആംഗിൾ ആർന്ന് ഇവിടെ എഴുതുക. ആംഗിൾ സിൻ്റെതോ? ആംഗിൾ സി എന്ന് പറയുമ്പോൾ 6ന്റെയും 5ന്റെയും ഇടയിൽ 6ന്റെയും 5ന്റെയും ക്യൂ ആണ്. അപ്പൊ ആംഗിൾ ക്യൂ ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. പിന്നെയോ ആംഗിൾ ബിൻ്റെത് ഈക്വൽ ആയിട്ടുള്ള ഏതാണ് പറഞ്ഞിരിക്കുന്നത്? 3ന്റെയും 6ന്റെയും ഇടയിലാണ് ആംഗിൾ ബി. അപ്പം 3ന്റെയും 6ന്റെയും ഇടയിൽ ആംഗിൾ പി ആണ് കേട്ടോ. അപ്പൊ ആംഗിൾ പി. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആറ്, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിന് ഇവിടെ നോക്കുക സൈഡില് ഇവിടെ ലൈൻസും ആംഗിൾസും റെക്ടാംഗിൾ ഇക്വാലിറ്റി ആണ് പറയുന്നത് കേട്ടോ. ലൈൻസും ആംഗിൾസും റെക്ടാംഗിൾസും ട്രയാംഗിൾസും ഒക്കെ അങ്ങനെ ഒരുപാട് ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്? 2 ലൈൻസ് ഓഫ് ദ സെയിം ലെങ്ത് ആർ ഈക്വൽ അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? 2 4 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും എന്താണ്? സെയിം ആണ് അല്ലെ. അതുപോലെ 45 ആംഗിൾ ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും 45 ആംഗിൾ ഡിഗ്രി തന്നെയാണ് അല്ലെ. ഇതുപോലെ ഈ 4 സെന്റിമീറ്റർ സൈഡും 2 സെന്റിമീറ്റർ സൈഡും ഉള്ള ഈ റെക്ടാംഗിൾ ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും എന്താണ്? നമ്മളിത് വെട്ടിയിട്ട് ഇതുമാതിരി ഇവിടെ ഒട്ടിക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് അല്ലെ. ഇതൊക്കെ എന്താണ്? ഈക്വൽ ആണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കൂ ഇവിടെ നോക്കൂ, ഇനി ഇവിടെ പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ്? ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ പറയുന്നത് നമ്മൾ തന്നെ അല്ലേ. എന്താണ്? ഒരു ട്രയാംഗിളിന്റെ സൈഡ്സ് വേറൊരു ട്രയാംഗിളിന്റെ സൈഡ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. അതായത് നമ്മൾ പറഞ്ഞ സൈഡ്സ് അല്ലെ, സൈഡ്സിന്റെ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നൗ ഡ്രോ ദ സെയിം ട്രയാംഗിൾ ബിലോ എ ബി വിത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എന്താണ്? ഇവിടെ ഇതേപോലെ ഒരു ട്രയാംഗിൾ എ ബി സി. ഇതിനെ അതേപോലെ തന്നെ വീണ്ടും നമ്മൾ താഴോട്ട് വരച്ച് ഇങ്ങനെ, അതായത് ബേസ് സെയിം ആയിട്ട് എ ബി സെയിം ആയിട്ട് തന്നെ സി എന്താണ്? എ സി ഉള്ളത് ഇങ്ങോട്ടേക്കും ബി സി എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇതാ കണ്ടോ, ഇവിടെ നോക്കൂ, ഇതാ ഇതേപോലെ തന്നെ ഒന്ന് വരച്ചു. ഇവിടെ എ സിയും ബി സിയും എന്താണ്? ട്രയാംഗിൾ എ ബി സി ആർ ഈക്വൽ സൈഡ്സ് ബി ഡി. എന്താണ്? ഇവിടെ എ സിയും ബി സിൻ്റെയും അതുപോലെ ട്രയാംഗിൾ എ ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളിൻ്റെ ഈ ബേസ് ആയിട്ടുള്ള എ ബിയും അതുപോലെ ട്രയാംഗിളിൻ്റെ എ
ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ എ ബി സെയിം ആണ്, ബേസ് സെയിം ആണ് അല്ലേ. അതായത് ഇവിടെ എ സി ആൻഡ് ബി സി, ഈ ട്രയാങ്കിൾ എ ബി സിന്റെ എ സിയും ബി സിയും ഈക്വൽ ആണ് എന്ത്, ഈ ട്രയാങ്കിൾ എ ബി ഡിന്റെ ഈ ബി ഡി എന്ന് പറഞ്ഞ ഈ സൈഡും എ ഡി എന്ന് പറഞ്ഞ ഈ സൈഡും. അതായത് എ സിക്ക് ഈക്വൽ ആയിട്ട് ബി ഡിയും എ ഡിക്ക് ഈക്വൽ ആയിട്ട് ബി സിയും ആണ് അല്ലേ. അപ്പോൾ ദ തേർഡ് സൈഡ് ബോത്ത് ട്രയാങ്കിൾ എ ബി, രണ്ടിൻ്റെയും ട്രയാങ്കിളിന്റെ ഈ സൈഡ് ആയിട്ടുള്ള എ ബി എന്താ ഈക്വൽ ആണ് അല്ലേ. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ നോക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഈ ലെങ്ത് ഓഫ് ഓൾ 3 sides ആർ ഈക്വൽ, ആംഗിൾസ് മസ്റ്റ് ഓൾസോ ബി ഈക്വൽ അല്ലേ. ഇവിടെ 3 sides ഈക്വൽ ആണ് ഈ ട്രയാങ്കിളിന്റെ. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെയും സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ ഈ എ സി ബി, അതായത് നമുക്ക് എ സി ബി എന്നും പറയാം, അല്ലെങ്കിൽ സോറി എ സി ബി അല്ല, എ സി ബി പറഞ്ഞാൽ ഇത് അല്ലേ. ഇവിടെ സി എ ബി, ആംഗിൾ സി എ ബി അല്ലെ. ആംഗിൾ സി എ ബി എന്ന് പറഞ്ഞ ആംഗിൾ ഏതാണ്, ഇതാണ് കേട്ടോ. ആംഗിൾ സി എ ബി എന്ന് പറഞ്ഞാൽ ഈ സൈഡിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് സി എ ബി എന്ന് പറഞ്ഞ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഈ ട്രയാംഗിൾ എ ബി ഡിയിൽ എവിടെയാണ്, അങ്ങനെ നമ്മൾ നോക്കുക. ഈ 5 സെന്റിമീറ്ററിന് 6 സെന്റിമീറ്റർ ഇടയിലാണ് എന്ത്, ഈ ആംഗിൾ എ കിടക്കുന്നത് അല്ലെ. അങ്ങനെ ആവുമ്പോൾ ഇവിടെ 5ന്റെ 6ന്റെ ഇടയിലാവുമ്പോൾ ഇവിടെ എവിടെയാണ് 5ഉം 6ന്റെ ഇടയിലുള്ള ആംഗിൾ നോക്കുക. ഇവിടെ 5, ഇവിടെ 6. അപ്പൊ ആ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്, ഇതാണ് കേട്ടോ. അപ്പൊ ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ എ ബി ഡി, അല്ലെങ്കിൽ നമുക്ക് ഡി ബി എയും പറയാം. ഓക്കെ, തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. നടുക്ക് എന്ത് വരണം, ഈ ഇവിടെ ഇതായതുകൊണ്ട് ബിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ നടുക്ക് ബി ആയിട്ട് വരണം. ഓക്കെ, ഇവിടെ ആകുമ്പോൾ ഈ ഇത് വരുന്നത് എ ആണ്, അപ്പൊ നടുക്ക് എ തന്നെ വരണം കേട്ടോ. അതാ കണ്ടില്ലേ, ഇവിടെ സി എ ബി ഈക്വൽ ടു ഡി ബി എ. ഓക്കെ, ബിന്റെ ഭാഗത്തായതുകൊണ്ട് ആംഗിൾ ബിന്റെ ഭാഗത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്താണ് ഡി ബി അറിയുന്നത്. ഇത് മൊത്തം ആംഗിൾ ബി എന്ന് ഇത് പറയാൻ പറ്റുമോ, ഇല്ല. ഇത് മൊത്തമായിട്ട് എന്താണ് ആംഗിൾ ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് മൊത്തമായിട്ട് തന്നെ വരണം കേട്ടോ. ഇത് മൊത്തമായിട്ടാണെങ്കിൽ ആംഗിൾ ബി എന്ന് പറയാൻ പറ്റൂ. പക്ഷെ ഇതെന്താ ചെറിയ പാർട്ടില്ല, ബിന്റെ ഒരു ചെറിയ പാർട്ടി ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കണം, ഈ 2 ലൈൻ തട്ടുന്നതിന്റെ അറ്റത്തുള്ള വാല്യൂ മുതൽ പറയണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, എ ബി ഡി എന്നോ അല്ലെങ്കിൽ ഡി ബി എന്നും പറയാം. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഇനി എന്താണ് നോക്കിയേ. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ ഏതാണ് ഇത് അല്ലേ, ബി എ നോക്കൂ. ഇവിടെ സി ബി എ, അതായത് ഏതാണ് സി ബി എ എന്ന് പറഞ്ഞത്, സി ബി എ എന്ന് പറഞ്ഞാൽ സി ബി എ എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ് കേട്ടോ. സി ബി എ ആംഗിൾ സി ബി എക്ക് തുല്യമായ ആംഗിൾ ഇതിലേതാണ്. അപ്പൊ സി ബി എ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അപ്പൊ ഏതാ സൈഡ്സ് 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അല്ലെ. 4ന്റെയും 6ന്റെയും ഇടയിലുള്ളത് ഏതാന്നാ ചോദിച്ചത്. അപ്പൊ 4ന്റെയും 6ന്റെയും ഇടയിലുള്ള ആംഗിൾ ഏതാണ്, 4 സെന്റിമീറ്ററിന് 6 സെന്റിമീറ്റർ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ബി. അതുപോലെ ഈ ചിത്രത്തിൽ 4ഉം 6ഉം എവിടെ, ഇവിടെ അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം, ഇതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാ, ആംഗിൾ സി ബി എ ഈക്വൽ ടു ആംഗിൾ എന്താണ് ഡി എ ബി എന്ന് പറയാം. ഓക്കെ, ആംഗിൾ ഡി എ ബി അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, ആംഗിൾ സി ബി എ ഈക്വൽ ടു ആംഗിൾ ഡി എ ബി അല്ലെങ്കിൽ ബി എ ഡി എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ല എങ്ങനെയാന്നുള്ളത്. ഇപ്പോൾ സൈഡ്സ് നോക്കുക, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണെങ്കിൽ മറ്റേടത്തും സൈഡ്സ് നോക്കുക, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പറയേണ്ട രീതി മനസ്സിലായല്ലോ. ആംഗിൾ ബി എന്ന് മാത്രം കണ്ട് ഇതിനെ പറയാൻ പറ്റൂല, കാരണം ഇവിടുത്തെ ചെറിയൊരു ഭാഗം മാത്രമേ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ അത് മൊത്തമായിട്ടാണ് ആംഗിൾ ബി വരുന്നത്, അല്ലെങ്കിൽ ആംഗിൾ എ വരുന്നതും എന്താണ് മൊത്തമായിട്ടാണ് വരിക. അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. എന്താണ് ആംഗിൾ ബി പറഞ്ഞാൽ നമുക്ക് ചെറിയ ഈ വശം മാത്രം വരുമ്പോഴാണ് എന്ത് ഡി എ ബി അല്ലേ. ആ വശം ആ സൈഡ്സിൻ്റെ അത് ടച്ച് ചെയ്യുന്ന ഇത് എങ്ങനെയാണോ ആ സൈഡിനായിട്ടാണ് നമ്മൾ പറയുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത നോക്കൂ എന്താണ് ഇവിടെ വരുന്നത് നോക്കിയേ. ഇവിടെ പിന്നെ പറയുന്നത് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ ആണത്. ഇൻ ഈച്ച് പെയർ ഓഫ് എ ട്രയാംഗിൾ ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്താണ് ഇവിടെ പറയുന്നത്, ഈ ട്രയാംഗിൾസിൽ എന്താണ് ഇത് 2 സെയിം ട്രയാംഗിൾ ആണ് അല്ലെ. നമുക്ക് 4, 5, 6 അല്ലെ.
ദ സെയിം സൈഡ്സ് ഉള്ളതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താണ് മാച്ചിങ് പെയർ ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കുകയാണ് അല്ലേ. ഓൾ പെയർ ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇതിന്റെ അതായത് എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതിലേതാണ്, ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതിലേതാണ്, സിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? ആംഗിൾ എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സോറി, ആംഗിൾ എ ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ എ ഈക്വൽ ടു, അപ്പം ആംഗിൾ എ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ എ എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അപ്പൊ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ഇപ്പൊ 4ന്റെയും 6ന്റെയും ഇടയിലാണ് ആംഗിൾ എ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 4ന്റെയും 6ന്റെ ഇടയിൽ എവിടെയാണ് ആംഗിൾ? 4ഉം 6ഉം അല്ലെ. അപ്പൊ ആംഗിൾ 6 ആണ് കേട്ടോ. അപ്പം 4ഉം 6ഉം അല്ലെ. അപ്പോൾ ആംഗിൾ 6 ആണ് എന്ത് വരുന്നത്? ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ ആംഗിൾ എ ഈക്വൽ ആംഗിൾ 6. ഇനി അടുത്ത് നമ്മൾ ഏതാണ് കാണുന്നത്? ആംഗിൾ ബി ആയിരിക്കും കേട്ടോ. ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ഇതാ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ഇതാ ആംഗിൾ ബി ഇതാണ്. അപ്പൊ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ ബി എവിടെയാണ് കിടക്കുന്നത്? 6ന്റെയും 5ന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ 6ന്റെയും 5ന്റെയും ഇടയിലുള്ള ആംഗിൾ ഏതാ? 6ഉം 5ഉം അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു എന്താണ്? ആംഗിൾ പി എന്ന് എഴുതാം. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. അടുത്ത എന്താന്ന് നോക്കിയാൽ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് എന്താണ്? ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ഇതാണ് ആംഗിൾ സി അല്ലെ. ഇതാണ് ആംഗിൾ സി വരുന്നത്. അപ്പൊ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? 5ന്റെയും 4ന്റെയും ഇടയിലാണ് ആംഗിൾ സി കിടക്കുന്നത്. അപ്പൊ 5ഉം 4ഉം ഇതാ 5ഉം 4. അപ്പൊ ഏതാണ്? ആംഗിൾ ക്യൂ. ഇതാണ് വരുന്നത് അല്ലെ. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്ക് നോക്കാം. ഇതും അതേപോലെ തന്നെ എന്താണ്? അതിന്റെ സൈഡ്സിന്റെ പെയർ കണ്ടുപിടിക്കാൻ, ആംഗിൾസിന്റെ പെയറിലെ മാച്ചിങ് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം എല്ലിന്റെ നോക്കാം. എല്ല് നോക്കൂ. എല്ല് ഏതാന്ന് നോക്കിയേ? ഇതാണ് എല്ല് അല്ലെ. അപ്പൊ എല്ലിന് മാച്ച് ആയിട്ടുള്ള ആംഗിൾ ഇതിൽ ഏതാണ്? അപ്പൊ എല്ല് കിടക്കുന്ന എവിടെയാണ്? 8ന്റെയും 4ന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ 8ഉം 4ഉം ഇതാണ് അല്ലെ. അങ്ങനെ ആവുമ്പോൾ ഇതിലെവിടെയാണ് 8ഉം 4ഉം? 8ഉം 4ഉം അല്ലെ. അപ്പൊ ഇത് ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാത്? ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ വൈ. അപ്പൊ ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ വൈ അല്ലെ. ഇനി അടുത്ത നമ്മളെ ആംഗിൾ എം നോക്കാം. ഇത് നോക്കാം. ആംഗിൾ എമ്മിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? 8ന്റെയും 10ന്റെയും ഇടയിലാണ് ആംഗിൾ എം കിടക്കുന്നത് അല്ലെ. അപ്പൊ 8ന്റെയും 10ന്റെയും ഇടയിൽ ആംഗിൾ കിടക്കുന്ന എവിടെ ഏതാണ്? 8ഉം 10ഉം. അപ്പൊ Z. അപ്പൊ എന്താണ് നമുക്ക് എന്താണ്? ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ Z എന്ന് എഴുതാം. അപ്പൊ ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ Z. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഏതാണ് നമ്മൾ എടുക്കുന്നത്? N. ആംഗിൾ എന്നിന് ഈക്വൽ ആയിട്ടുള്ള ഏതാ നോക്കുക. ആംഗിൾ എന്നിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? അപ്പൊ ആംഗിൾ എൻ ഏതാ? 10ന്റെയും 4ന്റെയും ഇടയിൽ അല്ലെ. 10ന്റെയും 4ന്റെയും ഇടയിൽ 10 ഇതവിടെ, 4 ഇതവിടെ. അപ്പൊ എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാ? ആംഗിൾ എൻ ഈക്വൽ ടു ഇതാണ്. ആംഗിൾ എന്നിന് ഈക്വൽ ആയിട്ട് ആംഗിൾ എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാ? ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ് എന്ന് എഴുതാം. ഓക്കെ. ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ്. മനസ്സിലായല്ലോ ഇത് എങ്ങനെ എഴുതേണ്ടത്? അതിന്റെ സൈഡ്സ് നോക്കുക. സൈഡ്സിന്റെ ഇടയിലുള്ള ആംഗിൾ എന്താണോ അതാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ എന്താണ്? ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ AB ഈക്വൽ ടു QR, BC ഈക്വൽ ടു RP, CA ഈക്വൽ ടു PQ. മനസ്സിലായല്ലോ എന്താണ്? AB ഈക്വൽ ടു QR, BC ഈക്വൽ ടു RP, CA ഈക്വൽ ടു PQ. അപ്പൊ എന്താണ് ഇവിടെ? ആംഗിൾസ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? AB അല്ലേ. എ ബി എന്ന് പറഞ്ഞ വർഷം ഇതാണ് കേട്ടോ. എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? QR എവിടെ? ഇത്. അപ്പൊ എ ബി ഈക്വൽ ടു QR അല്ലെ. ദെൻ അടുത്തത് എന്താണ്? BC ഈക്വൽ ടു RP. BC എവിടെതാ? BC ഇതവിടെ അല്ലെ. അപ്പൊ രണ്ട് വര ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വര ഇട്ടാലും മറ്റേ തന്നെ ആയി പോകുമല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ രണ്ട് വര ഇട്ട് കൊടുക്കുക. അപ്പൊ BCക്ക് ഈക്വൽ ആയിട്ടുള്ള എന്താണ് സൈഡ്സ് ഏതാണ്? RP എവിടെതാ? ഇത് അല്ലെ. അപ്പൊ രണ്ട് വര ഇതിന് ഇട്ട് കൊടുക്കുക. അതിന് ഈക്വൽ ആയിട്ടുള്ളത് RP. ദെൻ അടുത്തത് എന്താ? CA ഈക്വൽ ടു PQ. CA എവിടെതാ? CA അല്ലെ. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവാൻ 3 വര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണ്? PQ എവിടെതാ? ഇത് അല്ലെ. അപ്പൊ ഇതിന്റെ സൈഡ്സിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? ഈ സൈഡ്സ് ആണ് കേട്ടോ. PQ. ഓക്കെ. അപ്പം AB ക്ക് ഈക്വൽ ആയിട്ടുള്ളത് PQയും BCക്ക് ഈക്വൽ ആയിട്ട് PQയും അതുപോലെ AC ക്ക് ഈക്വൽ ആയിട്ട് PR ആണ് കേട്ടോ.
RQ ആണ് ഇത് അല്ലേ. ദെൻ കമ്പ്യൂട്ട്സ് ആംഗിൾ സി. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പം ആംഗിൾ സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ആംഗിൾ എങ്ങനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും? നമുക്കറിയാം എന്ത്, ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള അളവുകൾ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക നമുക്ക്? എല്ലാ ആംഗിൾസിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും നമുക്കറിയാം അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാലല്ലേ 180 കിട്ടുക. അങ്ങനെയാണ് ഈ 2 സൈഡ് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ് കാണണമെന്നുണ്ടെങ്കിൽ ആ 2 ആംഗിൾസും കൂടി കൂട്ടിയിട്ട് ഈ 180 നമുക്ക് കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഈ 2 ആംഗിളും കൂടി കൂട്ടുക. 40 + 60 എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ഈ 180 ഈ 100 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 180 100 കുറച്ചാൽ 80 എന്ന് കിട്ടും അല്ലേ. അത് നമുക്ക് എന്താക്കുക, അവിടെ എഴുതാം അല്ലേ. അപ്പോൾ ആംഗിൾ സിന്റെ വാല്യൂ എത്രയാണ്? 80 അല്ലേ. 80 ഡിഗ്രി. ഓക്കെ, 80 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്താക്കാം, ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് എഴുതുക. ഓക്കെ, ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു എന്താണ്? 80 ഡിഗ്രി നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR. ഇനി എന്താണ്? ട്രയാങ്കിൾ PQRലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ അല്ലേ. ആംഗിൾ പിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ പി ഈക്വൽ ടു എന്താണ്? ആംഗിൾ പി. അതായത് നമുക്കറിയാം അല്ലെ, ആംഗിൾ പി എവിടെ? ആംഗിൾ പി എന്തായിരിക്കും? ഇവിടെ പി എന്ന് പറയുന്നത് ഈ 3 വരന്റെ 2 വരന്റെ ഇടയിലുള്ളതാണ് എന്ത്? പി. അപ്പൊ ഇവിടെ 3 വരന്റെ 2 വരന്റെ ഇടയിലുള്ളതാ ഇത് ആംഗിൾ സി ആണ് അല്ലെ. അപ്പൊ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എന്താ? 80 ഡിഗ്രി എന്ന് എഴുതാം അല്ലെ. 80 ഡിഗ്രി. ദെൻ അടുത്തത് എന്താണ്? ആംഗിൾ പി കണ്ടു. ഇനി ആംഗിൾ ക്യൂ കാണാം. ആംഗിൾ ക്യൂ എങ്ങനെ കാണുക? ആംഗിൾ ക്യൂ ഈക്വൽ ടു എത്രയാ? ആംഗിൾ ക്യൂ കിടക്കുന്നത് ഇതാ ഇവിടെയാണ് അല്ലെ. ആംഗിൾ ക്യൂ കിടക്കുന്നത് 1 വരന്റെയും 3 വരന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ 1 വരയും 3 വരയും ഇതാ ഇത്. അപ്പൊ 40 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്കത് 40 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ആംഗിൾ R ആണ് അല്ലെ. അപ്പൊ ആംഗിൾ R ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ R ഈക്വൽ ടു 1 വരന്റെയും 2 വരന്റെയും ഇടയിലാണ് ആംഗിൾ R എടുക്കുന്നത്. അപ്പോൾ 1 വരയും 2 വരയും ഇതില്ല, ഇതിൻ്റെ ഇടയിൽ ഏതാ? 60 ഡിഗ്രി അല്ലെ. 60 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ നമ്മൾ 60 ഡിഗ്രി എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാത്തിനും ഡിഗ്രി കൊടുക്കണം കേട്ടോ. ചെറിയൊരു പൂജ ഇട്ട് കൊടുക്കുക കേട്ടോ. ടീച്ചർ ഇവിടെ ഡോട്ടേ ഇടുന്നുള്ളൂ. നിങ്ങളത് ഡിഗ്രി ചെറിയൊരു പൂജ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡിഗ്രി ഇടാൻ മറക്കരുത് കേട്ടോ. എല്ലാത്തിനും ഡിഗ്രി ഇടണേ. ദെൻ അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ, താഴെ ട്രയാങ്കിൾ AB ഈക്വൽ ടു QR. അപ്പൊ AB ഏതാണ്? ഇതോ അല്ലെ. AB ഈക്വൽ ടു QR ആണ് വരുന്നത് കേട്ടോ. അപ്പൊ AB എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. AB എന്ന് പറഞ്ഞാൽ ഈ സൈഡും QR എന്ന് പറഞ്ഞ സൈഡ് ഏതാ? ഇത് ഈക്വൽ ആണ്. അതുപോലെ BC ഈക്വൽ ടു PQ. BC എവിടെ? ഇത് BCക്ക് നമുക്ക് 2 വരട്ട് കൊടുക്കാം കേട്ടോ. BC ഈക്വൽ ടു PQ എവിടെ? PQ എന്ന് പറഞ്ഞത് മനസ്സിലാവാനാണ്. 1 വരട്ടാലും മറ്റേ വരയാന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ BCക്ക് ഈക്വൽ ആയിട്ടുള്ള PQ ആണ്. ഇനി CA എന്ന് പറഞ്ഞ വര ഇത് അല്ലെ. സൈഡ് ഇതാണ് അല്ലെ. 3 വരട്ട് കൊടുക്കാം നമുക്ക്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? CA ഈക്വൽ ടു RP. ഇതാണ് അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? CA ഈക്വൽ ടു RP. മനസ്സിലായല്ലോ. കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾസിന്റെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? ഇപ്പൊ നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആണുള്ളത് അല്ലെ. 1 വരന്റെയും 3 വരന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ഈ A എന്ന് പറയുന്നത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 1 വരന്റെയും 3 വരന്റെയും ഇടയിലുള്ള ആംഗിൾ ഇതാണ് അല്ലെ. അപ്പൊ ഇത് എന്താണ്? ഇതായിരിക്കും എന്ത്? 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ എഴുതാം? 60 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഒരു ഇത് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ 70 ഡിഗ്രി എന്ന് അറിയാം. 70 ഡിഗ്രി ഏതാണ്? 1 വരന്റെയും 2 വരന്റെയും ഇടയിലുള്ളതാണ് എന്ത്? ഈ 70 ഡിഗ്രി. 1 വരന്റെയും 2 വരന്റെയും ഇടയിലുള്ളതാണ് എന്ത് വരുന്നത്? 70 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? 1 വരന്റെയും 2 വരയും എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താക്കാം? 70 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 70 ഡിഗ്രി എഴുതാം. 70 ഡിഗ്രി. ഇത് 70 ഡിഗ്രി ആണ് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്താണ്? 2 ആംഗിൾസ് കിട്ടി അല്ലെ. 2 ആംഗിൾസ് കിട്ടിയ മൂന്നാമത്തെ ആംഗിൾസ് കിട്ടുന്ന എങ്ങനെയാ നമുക്കറിയില്ലേ?
എങ്ങനെയാ നമുക്ക് മൂന്നാമത്തെ ആംഗിൾസ് കിട്ടുക? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 നമുക്ക് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 60 + 70 എത്രയാണ്? 130 അല്ലേ. 180 180 എത്രയാണ്? 180 130 50 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് 50 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇത് 50 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 2 വരൻ്റെയും 3 വരൻ്റെയും ഇടയിലുള്ളതാണ് അല്ലേ. അപ്പോൾ 2 വരെയും 3 വരെ ഇത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക? 50 ഡിഗ്രി നമുക്ക് വരിക അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ 50 ഡിഗ്രി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ കിട്ടുന്നുണ്ടോ? ഇത് നമുക്ക് 50 അല്ലേ. ഓക്കെ, അപ്പം 70 + 50 120, 120 + 60 180. അപ്പോൾ എല്ലാം കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? എല്ലാ ബോത്ത് ട്രയാങ്കിൾ ആംഗിൾ A = 60, ആംഗിൾ B = 70 ഡിഗ്രി, ആംഗിൾ C = 50 ഡിഗ്രി, അതുപോലെ ആംഗിൾ P = 50 ഡിഗ്രി, ആംഗിൾ Q = 70 ഡിഗ്രി, ആംഗിൾ R = 60 ഡിഗ്രി. കഴിഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? 4th ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? 2 ട്രയാങ്കിൾ ആക്കിയിട്ടാണ് തന്നത് അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഇവിടെ 8 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ, ഇവിടെ 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ അല്ലേ. ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD ഈക്വൽ ഇൻ ദ ഫിഗർ അബോവ്. ഇവിടെ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ABDയും ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഈക്വൽ ആണോ? ആണല്ലേ. എന്താ കാരണം? ഇവിടെ 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഉള്ള സൈഡ്സ് ആണ്. ഇവിടെ 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഉള്ള സൈഡ്സ് അല്ലേ. പിന്നെന്താണ്? ബേസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഓക്കെ, അടുത്തത് ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD ഷോൺ ബിലോ. എന്താണ് ഈ ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ABCD എന്താന്ന് നോക്കാം. AB = AD അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? AB = AD ആണ് അല്ലേ. അതാവുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? AB ഇതാ AB എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ AD എന്ന് പറഞ്ഞാൽ ഇതും ഈക്വൽ ആണ്. ഓക്കെ, ഇനി BC = CD. BC ഏതാ? ഇത് BC എന്ന് പറഞ്ഞാൽ ഇതും CD എന്ന് പറഞ്ഞാൽ ഇതും ഈക്വൽ ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വാഡ്രിലാറ്ററിലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. അപ്പോൾ ക്വാഡ്രിലാറ്ററിലെ എല്ലാ ആംഗിൾസും എന്താണ്? ഏതൊക്കെയാണ്? ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും ആംഗിൾ Dയും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? എന്താണ്? ആംഗിൾ A മൊത്തം തന്നിട്ടില്ല അല്ലേ. തന്നിരുന്നതാണ് ആംഗിൾ DAC ആണ് തന്നത് അല്ലേ. അതുപോലെ അപ്പൊ എന്താണ്? ആംഗിൾ DAC ആണ് തന്നത്. അതുപോലെ ആംഗിൾ ACB ആണ് തന്നത് അല്ലെ. അല്ല മൊത്തം ആംഗിൾ Aയും മൊത്തം Cയും തന്നിട്ടില്ല. അങ്ങനെയാകുമ്പോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ എന്റെ ബാക്കിയുള്ള CAB കണ്ടുപിടിക്കണം അല്ലെ. ആംഗിൾ CAB എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആംഗിൾ CAB. അപ്പോൾ CAB എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അറിയാം ഈ ബേസിൻ്റെയും ഒരു വരൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ബേസിൻ്റെയും ഒരു വരൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതും തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ 30 ആയതുകൊണ്ട് ഇവിടെ എന്താണ് 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? 30 ഡിഗ്രി എന്ന് പറയാം അല്ലേ. ഇവിടെ 30 ഡിഗ്രി കേട്ടോ. ഡിഗ്രി നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ടീച്ചർ ചിലപ്പോൾ എഴുതാൻ വിട്ടാലും നിങ്ങൾ എന്താക്കുക? ആ ഡിഗ്രി എഴുതുക കേട്ടോ, നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി എന്ന് എഴുതുക. ദെൻ ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ആംഗിൾ DCA എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ബേസിൻ്റെയും 2 വരൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് എന്ത്? ഈ DCA എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ബേസിൻ്റെയും ഇപ്പം 3 വരാക്കിട്ടോ. അപ്പോൾ 3 വരൻ്റെയും 2 വരൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് എന്ത്? ഈ ആംഗിൾ DCA എന്ന് പറഞ്ഞ ആംഗിൾ. അങ്ങനെ ആവുമ്പം 3 വരൻ്റെയും 2 വരൻ്റെയും അല്ലേ. അപ്പോൾ 3 വരെയും 2 വരെയും ഇതാണ് അല്ലേ. അതിൻ്റെ ഇടയിലുള്ള ഏതാ? 50 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്? ഇവിടെ 50 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ. അവിടെ 50 ഡിഗ്രി. ഓക്കെ, 50 ഡിഗ്രി എന്ന് എഴുതി. ഇവിടെ 50 ഡിഗ്രി എന്ന് എഴുതി. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിൾസ് ഒക്കെ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താക്കണം? ഇത് കിട്ടണം അല്ലേ. ആംഗിൾ D എത്രയെന്ന് കിട്ടണം. ആംഗിൾ D എത്ര കിട്ടണമെന്ന് നമുക്കറിയാം. എന്താ? ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ ആണെങ്കിലും എല്ലാ ആംഗിൾസും കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. 180 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്താണ്? 180 മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 30 + 50 80 അല്ലേ. ഇപ്പം
180 മൈനസ് 80 എത്രയാണ് 100 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ആയിരിക്കും 100 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 100 എന്ന് കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി എത്രയാണ് 100 ആണ് അല്ലേ. അതേപോലെ തന്നെ എന്താണ് നമുക്ക് എന്താ ഈ ആംഗിൾ ബിയും കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. എന്താണ് ആംഗിൾ ബി എങ്ങനെ ഈ ട്രയാങ്കിൾ ആണ് അല്ലേ. ബി സി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന് എന്താണ് എല്ലാ ആംഗിൾസും കൂടി 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയിട്ട് 180 കുറയ്ക്കുക. അപ്പോൾ 30 + 50 80, 180 മൈനസ് 80 എത്രയാണ് 100. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ എന്തായിരിക്കും 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആംഗിൾസൊക്കെ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ് ക്വാഡ്രിലേറ്ററിൻ്റെ എല്ലാ ആംഗിൾസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താ അറിയാം ആംഗിൾ ക്വാഡ്രിലേറ്ററിന് ഏതൊക്കെ ആംഗിൾസ് ഉണ്ട് എന്തൊക്കെയുണ്ട് ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്, ആംഗിൾ ഡി ഉണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു എന്താണ് എത്രയാണ് ആംഗിൾ എ ഈക്വൽ ടു ഇവിടെ ആംഗിൾ എ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ആംഗിൾ എ എന്ന് പറയുമ്പോൾ ഇത് മൊത്തമാണ് അല്ലേ. ഇത് മൊത്തമാണ് എന്ത് ആംഗിൾ എ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 30ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 30ഉമാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ആംഗിൾ എ കിട്ടും അല്ലേ. അപ്പോൾ 30 + 30 എത്രയാണ് 60. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കുകയാണ് ആംഗിൾ എ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ആംഗിൾ എ ഈക്വൽ ടു എന്താണ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡിഗ്രി എഴുതുക കേട്ടോ. ഡിഗ്രി എഴുതുക. ഇനി എന്താ നമുക്ക് എഴുതുന്നത് ആംഗിൾ ബി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി എത്രയാണ് നമുക്കറിയാം അല്ലേ. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എത്രയാണ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് എഴുതുക. ഇനി അടുത്ത എന്താണ് നമ്മൾ എഴുതുന്നത് ആംഗിൾ സി ഈക്വൽ ടു അല്ലേ. ആംഗിൾ സി ഈക്വൽ ടു എത്രയാണ് ആംഗിൾ സി ഇവിടെ നോക്കൂ. ഇവിടെ ആംഗിൾ സി എന്ന് പറയുന്നത് ഏതാണ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എ പറഞ്ഞാൽ തന്നെ അല്ലേ. ഇത് മൊത്തമാണ് എന്ത് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും കൂടിയാണ് അല്ലേ ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 50 എന്ന് അറിയാം, ഇവിടുന്ന് ഇങ്ങോട്ട് 50 എന്ന് അറിയാം അല്ലേ. അപ്പോൾ 50 എത്രയാണ് 100 രണ്ടും കൂടി കൂട്ടി നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ആംഗിൾ സി ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു എന്താണ് 100 ഡിഗ്രി. ഓക്കെ, ദെൻ ആംഗിൾ ഡി എത്രയാണ് ആംഗിൾ ഡി നമ്മൾ അവിടെ കണ്ടുപിടിച്ച് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എത്രയാണ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 100 തന്നെ അല്ലേ. അപ്പോൾ ആംഗിൾ ഡിയും എല്ലാം കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ക്വാഡ്രിലേറ്ററിൻ്റെ എല്ലാ ആംഗിൾസും എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 100 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 100 ഡിഗ്രി, ആംഗിൾ ഡി ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ ക്വാഡ്രിലേറ്ററിൻ്റെ എല്ലാ ആംഗിൾസും നമ്മളിവിടെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ടീച്ചർ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്